KSRTC ബസ് സ്റ്റേഷനിൽ യാത്രക്കാർക്ക് താൽക്കാലിക കയറുനിൽപ്പ് സൗകര്യം ഒരുക്കണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കായംകുളം അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. പുനർനിർമ്മാണത്തിനായി കായംകുളം KSRTC ബസ് സ്റ്റേഷൻ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ നേരിടുന്ന ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. ദിനംപ്രതി 1000-ലധികം യാത്രക്കാരാണ് കായംകുളം KSRTC ബസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ നിലവിൽ മഴയിലും കടുത്ത വെയിലിലും കയറി നിൽക്കുവാൻ യാതൊരു സംരക്ഷണ സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയാണ്. ഇതിനാൽ KSRTC ബസ് സ്റ്റേഷനിൽ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ യാത്രക്കാർക്ക് കയറി നിൽക്കുന്നതിനായി താൽക്കാലിക ഷെഡോ മറയോ അല്ലെങ്കിൽ മറ്റ് അനുയോജ്യ സൗകര്യങ്ങളോ ഒരുക്കുന്നതിനാവശ്യമായ അനുമതി നൽകണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചു. നിവേദന സംഘത്തിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, മേഖലാ ജനറൽ സെക്രട്ടറി TG അജികുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.